ഒരു പ്രവാസിയുടെ നിയമ പോരാട്ടത്തിൻ്റെ കഥയാണ് ആദ്യം. 28 വർഷം ജോലി ചെയ്ത കമ്പനി ഒരു ആനുകൂല്യവും നൽകാതെ പിരിച്ചുവിട്ടപ്പോൾ ആ പെരിന്തൽമണ്ണക്കാരൻ കോടതി കയറി. അബുദാബിയിലെ ലേബർ കോടതി അദ്ദേഹത്തിന് വിധിച്ചത് 3.25 ലക്ഷത്തോളം ദിർഹമാണ്. അബുദാബിയിലെ പ്രശസ്തമായ നിർമ്മാണ കമ്പനിയിൽ 1997 മുതൽ സിവിൽ എഞ്ചിനീയറായി ജോലി ചെയ്യുകയായിരുന്നു മലപ്പുറം പെരിന്തൽമണ്ണ സ്വദേശിയായ ഫിറോസ് ചിറക്കൽ. മാസങ്ങളോളം ശമ്പളം മുടങ്ങിയപ്പോൾ ഫിറോസ് കമ്പനിയിൽ നിന്ന് രാജിവെക്കാൻ തീരുമാനിച്ചു. എന്നാൽ മാനേജ്മെൻറ്റ് രാജി സ്വീകരിച്ചില്ല. ശമ്പളം പിന്നെയും മുടങ്ങിയതോടെ ഇദ്ദേഹം തൊഴിൽ മന്ത്രാലയത്തിൽ പരാതി നൽകി. ഇതിന് പ്രതികാരമായി ശമ്പള കുടിശ്ശികയും 27 വർഷത്തെ ഗ്രാറ്റുവിറ്റിയും നൽകാതെ ഇദ്ദേഹത്തെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുകയായിരുന്നു. നമ്മുടെ ഒരു ഫാമിലി പോലെ കാണുന്ന ഒരു കമ്പനിയായിരുന്നു. പക്ഷേ നല്ല അലവൻസും നല്ല വർക്കിംഗ് അറ്റ്മോസ്ഫിയറൊക്കെ ഉണ്ടായിരുന്നു അവിടെ. പക്ഷേ നമുക്ക് ഈ റെമ്യൂണറേഷൻ ഇല്ലാതെ സർവൈവ് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഞാൻ റിസൈൻ ചെയ്യും എന്ന് പറയുന്ന സമയത്ത് അവർ പറയും ഓക്കെ ഹോൾഡ് ചെയ്യൂ, വേറെ അലവൻസ് തരാം, അങ്ങനെയൊക്കെ പറഞ്ഞ്. പക്ഷേ ഒരു സമയമായപ്പോൾ പിന്നെ അവർക്ക് ഒന്നും തരുന്നില്ല. സാലറി പെൻഡിങ്, 8-9 മാസം സാലറി പെൻഡിങ്. അപ്പോൾ അങ്ങനെ ഞാനിവിടെ മിനിസ്ട്രിയിൽ കംപ്ലയിൻറ്റ് ചെയ്തു, മൊഹറയിൽ കംപ്ലയിൻറ്റ് ചെയ്തപ്പോൾ അവർ കമ്പനിയെ വിളിച്ച് പറഞ്ഞു ഇങ്ങനെ ഒരാൾ കംപ്ലയിൻറ്റ് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ആ കംപ്ലയിൻറ്റ് കിട്ടിയ ഉടനെ കമ്പനി ടെർമിനേഷൻ നോട്ടീസ് തന്നു. അങ്ങനെ ഒരു സ്റ്റേജിൽ പിന്നെ കേസുമായിട്ട് പോവല്ലാതെ വേറെ മാർഗ്ഗമില്ല. അപ്പോൾ കേസിന് പോയി. മാസങ്ങൾ നീണ്ട നിയമ പോരാട്ടത്തിനൊടുവിൽ ഫിറോസിന് നാട്ടിലേക്കുള്ള യാത്രാ ചെലവ് ഉൾപ്പെടെ 3,20,167 ദിർഹം കമ്പനി അനുവദിച്ച് നൽകണമെന്നാണ് കോടതി ഉത്തരവിട്ടത്. ഓവർ ടൈം ഉൾപ്പെടെ ജോലിയെടുത്തതിൻ്റെ രേഖകൾ ഫിറോസ് കൃത്യമായി സൂക്ഷിച്ചത് കേസിൽ ഗുണകരമായി. അനുകൂല വിധി ലഭിച്ചെങ്കിലും കൂടുതൽ ആനുകൂല്യം ആവശ്യപ്പെട്ട് അപ്പീൽ നൽകാനാണ് തീരുമാനമെന്ന് കേസിൽ നിയമസഹായം നൽകുന്ന അബുദാബി ഹമദ് ബിൻ ജർവാൻ അഡ്വക്കേറ്റ്സിലെ മലയാളി അഭിഭാഷകരായ അഡ്വക്കേറ്റ് മിഹ്ജർ അഹമ്മദും അഡ്വക്കേറ്റ് സഹദുദ്ദീൻ മൂപ്പരും പറഞ്ഞു. പല കേസുകളിലും ഡോക്യുമെൻസിൻ്റെ ഒരു അഭാവം മൂലം നമുക്ക് കിട്ടേണ്ട വളരെ അനുകൂലമായിട്ട് നമുക്ക് ലഭിക്കേണ്ട നീതികൾ നിഷേധിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ മൂപ്പരുടെ കാര്യത്തിൽ ഓവർ ടൈം എടുത്ത കാര്യത്തിലാണെങ്കിലും, പിന്നെ മൂപ്പര് വർക്ക് ചെയ്ത കാര്യത്തിലാണെങ്കിലും, പിന്നെ മൂപ്പരെ ലോഗിൻസ് എല്ലാം വളരെ പ്രോപ്പറായിരുന്നു. മാത്രമല്ല മൂപ്പര് നമുക്ക് വേണ്ടതൊക്കെ വേണ്ടിയിരുന്ന സമയത്ത് മൂപ്പര് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെയാണ് ഇങ്ങനൊരു മാക്സിമം അനുകൂലമായ രീതി. ഫുള്ളായിട്ട് പറയുന്നില്ല, നമ്മൾ വീണ്ടും ഒരു അപ്പീൽ ഉദ്ദേശിക്കുന്നുണ്ട്. കാരണം എന്ന് വെച്ചാൽ മൂപ്പര് ഇനിയും ഡിസർവ് ചെയ്യുന്നുണ്ടെന്നാണ് നമ്മളെ സൈഡ്. UAE തൊഴിൽ നിയമങ്ങൾ പ്രവാസി ജീവനക്കാരുടെ അവകാശങ്ങൾ ഉറപ്പാക്കുന്നവയാണെന്നും നീതി നിഷേധിക്കപ്പെട്ടാൽ തൊഴിൽ വകുപ്പ് അധികൃതരെയും കോടതിയെയും സമീപിക്കാൻ മടിക്കരുതെന്നും ഇമറാത്തി നിയമവിദഗ്ധൻ ഹമദ് ബിൻ ജർവാൻ അൽ ഷംസി മീഡിയ വണ്ണോട് പറഞ്ഞു. Laborers actually, if you see the rules now and the legal procedure, it's very helpful for the worker especially. And let's say they have the top of role to save them and their service and their rights. പതിറ്റാണ്ടുകൾ ഗൾഫിൽ വിയർപ്പൊഴുക്കി നാട്ടിലേക്ക് മടങ്ങുമ്പോൾ പ്രവാസികൾക്ക് പ്രതീക്ഷയാകുന്ന ആനുകൂല്യങ്ങൾ പോലും നിഷേധിക്കപ്പെടുന്ന സാഹചര്യങ്ങളിൽ നിയമ പോരാട്ടത്തിന് തൊഴിലാളികൾക്ക് ആത്മവിശ്വാസം നൽകുന്നതാണ് തനിക്ക് ലഭിച്ച കോടതി വിധിയെന്ന് ഫിറോസ് ചിറക്കൽ പറഞ്ഞു.